രണ്ടാമത്തെ പീഡനക്കേസിൽ, അതായത് 23-കാരിയായ യുവതി നൽകിയ പീഡനക്കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി അല്പസമയത്തിനകം. തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് വിധി പറയുക. അതിജീവിതയെ അധിക്ഷേപിച്ച കേസിൽ KPCC ജനറൽ സെക്രട്ടറി സന്ദീപ് വാര്യരുടെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ഷഫീദ് റാവുത്തർ ചേരുന്നു. ഷഫീദ്, രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് കോടതിയിൽ വരുന്നു. അതേസമയം തന്നെ സന്ദീപ് വാര്യരുടെ മുൻകൂർ ജാമ്യാപേക്ഷയും ഇന്ന് കോടതിയുടെ പരിഗണനയ്ക്കായി എത്തുന്നുണ്ട്. എന്തൊക്കെയാണ് ഈ വാർത്തകളുടെ കൂടുതൽ വിശദാംശങ്ങൾ? ദിലീപ് കുമാർ, രാഹുൽ മാങ്കൂട്ടത്തിലിനെ സംബന്ധിച്ച് വളരെ നിർണായകമാണ് ഇന്നത്തെ ദിവസം എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം ഇതേ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി തന്നെയാണ് ബലാത്സംഗ ഭ്രൂണ ഹത്യാ കേസിൽ, ആദ്യ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ ആൻറ്റിസിപ്പേറ്ററി ബെയിൽ തള്ളുന്നതും പിന്നീട് അദ്ദേഹം ഹൈക്കോടതിയിൽ പോയി നോട്ട് ടു അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങൾ വാങ്ങുന്നതും. എന്നാൽ അതിനേക്കാൾ കുറച്ചുകൂടി ഗൗരവമായിരുന്നു ഈ രണ്ടാമത്തെ പീഡന പരാതി എന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസം ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന ഘട്ടത്തിലാണ് പ്രോസിക്യൂഷൻ ഈ വിഷയത്തിൽ പെൺകുട്ടി മൊഴി നൽകിയെന്നും അതേപോലെ തന്നെ പെൺകുട്ടി മൊഴിയിൽ ഉറച്ചു നിൽക്കുന്നതൊക്കെയുള്ള കാര്യങ്ങൾ കോടതിയെ അറിയിച്ചത്. കൂടാതെ പെൺകുട്ടിയുടെ രഹസ്യമൊഴി ഉൾപ്പെടെ കാര്യങ്ങൾ അതും കോടതിക്ക് മുൻപിൽ പ്രോസിക്യൂഷൻ വെച്ചിരുന്നു. ഇതിൽ ഏറ്റവും ഗൗരവം ഈ പെൺകുട്ടി ഇതിൽ പറയുന്നത് ക്രൂരമായിട്ടുള്ള ലൈംഗിക പീഡനം നടന്നുവെന്നാണ് പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. കൂടാതെ അവർ പറഞ്ഞിരിക്കുന്ന കാര്യം, വിവാഹ വാഗ്ദാനം നൽകി ഭാവി കാര്യങ്ങൾ തീരുമാനിക്കാനെന്ന് പറഞ്ഞാണ് ഹോം സ്റ്റേയിലേക്ക് കൊണ്ടുപോയത്. അവിടെ വെച്ച് ക്രൂരമായ ലൈംഗിക പീഡനവും ശാരീരിക പീഡനവും ഏൽപ്പിച്ചു. അതിനുശേഷം വിവാഹം കഴിക്കാൻ താല്പര്യമില്ല എന്നറിയിച്ചു. പിന്നീട് നിരവധി തവണ രാഹുൽ മാങ്കൂട്ടത്തിൽ ഭീഷണിപ്പെടുത്തിയെന്നും പലതവണ ലൈംഗിക ബന്ധത്തിന് പ്രേരിപ്പിച്ചു എന്നൊക്കെയുള്ള കാര്യങ്ങൾ ആ 23 വയസ്സുകാരിയായ പെൺകുട്ടി ഇപ്പോൾ മൊഴിയായി അന്വേഷണ സംഘത്തിന് നൽകിയിട്ടുണ്ട്. ആ കേസാണ് അല്പസമയത്തുള്ളിൽ കോടതി പരിഗണിക്കുന്നത്. അവസാന കേസായി കോടതി അത് മാറ്റിയിട്ടുണ്ട്. ഈ പ്രതിക്ക് ഒരു കാരണവശാലും ജാമ്യം അനുവദിക്കരുത്. സമാന സ്വഭാവത്തിൽ മുൻപും ഇയാളൊരു പീഡന കേസിൽ പ്രതിയാണെന്നും അതിൻ്റെ നിയമ നടപടികൾ നടന്നു വരികയാണെന്നൊക്കെയുള്ള കാര്യങ്ങൾ പ്രോസിക്യൂഷൻ അറിയിച്ചിട്ടുണ്ട്. മാത്രമല്ല ഒരു പോലീസ് റിപ്പോർട്ട് കൂടി ഇതുമായി ബന്ധപ്പെട്ട പ്രോസിക്യൂഷൻ ഇന്ന് കോടതിയിൽ ഹാജരാക്കുമെന്ന തരത്തിലേക്കുള്ള സൂചനകളും ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് ഒരു തരത്തിലും രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം ലഭിക്കാവുന്ന തരത്തിലേക്കൊന്നാകില്ല. അതേസമയം പ്രതിഭാഗം പറയുന്നത് ഇതും ഒരു പൊളിറ്റിക്കൽ ഡ്രാമയുടെ ഭാഗമാണ്. ആ രീതിയിൽ ഉള്ള പരിഗണന പ്രതിക്ക് നൽകണമെന്നൊക്കെയുള്ള കാര്യങ്ങൾ പ്രതിഭാഗവും വാദിക്കുന്നു. ഇതാണ് ഒന്നാമത്തെ കേസിന്റെ അപ്ഡേഷൻ. അവസാന കേസായി തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി അത് പരിഗണിക്കുകയും ചെയ്യും. രണ്ടാമത്തേത് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി നൽകിയ അതിജീവിതയെ അധിക്ഷേപിച്ച കേസിൽ കോൺഗ്രസ് നേതാവ് സന്ദീപ് വാര്യരുടെ മുൻകൂർ ജാമ്യാപേക്ഷയാണ്. ഇത് കഴിഞ്ഞ ദിവസം പരിഗണിച്ചപ്പോൾ റിപ്പോർട്ട് സമർപ്പിക്കാൻ സമയം വേണമെന്ന് പ്രോസിക്യൂഷൻ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് കേസ് വീണ്ടും വൈകിപ്പിച്ചത്. ഏതായാലും ഇന്ന് ആ കേസ് വീണ്ടും കോടതിയുടെ പരിഗണനയിലെത്തുന്നുണ്ട്. ഇന്നും അക്കാര്യത്തിൽ വാദമായിരിക്കാം. സന്ദീപ് വാര്യരുടെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഇന്ന് നമുക്ക് വിധി പ്രതീക്ഷിക്കേണ്ടതില്ല എന്നുള്ളതാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. ദിലീപ് കുമാർ. ഷഫീദ്, ആദ്യ പീഡന കേസിൽ ഹൈക്കോടതി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നോട്ട് ടു അറസ്റ്റ് എന്ന നിലയിൽ അറസ്റ്റ് ചെയ്യരുത് എന്ന നിർദ്ദേശമാണ് ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടായിരുന്നത്. ഇതിപ്പോൾ രണ്ടാമത്തെ പീഡന കേസിലാണ്. ഇത് കോടതിയുടെ തീരുമാനം എതിരാവുകയാണെങ്കിൽ അത് അറസ്റ്റിലേക്ക് നയിക്കാവുന്ന നിലയിലേക്കാവില്ലേ കാര്യങ്ങൾ? ദിലീപ് കുമാർ, ഉറപ്പായിട്ടും. കാരണം ഈ കേസിന് രണ്ട് പ്രത്യേകതകളുണ്ട്. ഒന്നാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ പെൺകുട്ടി ധൈര്യപൂർവ്വം മുന്നിലേക്ക് വരും എന്ന് നേരത്തെ അന്വേഷണ സംഘം പോലും കരുതിയിരുന്നില്ല. മാത്രമല്ല ഈ പെൺകുട്ടിയുടെ പരാതിയിൽ FIR KPC പ്രസിഡന്റ് നൽകിയ പരാതിയിൽ FIR രജിസ്റ്റർ ചെയ്തതിനു ശേഷം സുതാര്യത അടക്കമുള്ള കാര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ടാണ് പുതിയൊരു അന്വേഷണത്തിന് IG പൂങ്കുഴിയുടെ നേതൃത്വ പ്രത്യേക അന്വേഷണ സംഘത്തിന് രൂപം നൽകിയത്. ഇവർക്കാണ് ആ പെൺകുട്ടി മൊഴി നൽകിയിട്ടുള്ളത്. മാത്രമല്ല ഈ പരാതിയിലാണ് ഫെനി നൈനാൻ ഉൾപ്പെടെയുള്ള ആളുകളുടെ പേരുകൾ പരാമർശിക്കപ്പെടുന്നത്. നിലവിൽ ഇപ്പോൾ ഈ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ മാത്രമാണ് പ്രതി ചേർത്തിട്ടുള്ളത്. ഇന്നും ഒരു പക്ഷേ പ്രോസിക്യൂഷൻ ഈ മുൻകൂർ ജാമ്യം കൊടുക്കരുത് എന്ന് പറഞ്ഞ് വാദിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം ഇയാൾ സമാന സ്വഭാവത്തിൽ മറ്റൊരു കേസിൽ പ്രതിയാണ്. ഇതേ കോടതി തന്നെ അതിലെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിക്കളഞ്ഞാണെന്നൊക്കെയുള്ള വാദങ്ങൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു കോടതിയിൽ പ്രോസിക്യൂഷൻ. അതേ രീതിയിൽ തന്നെ ഇന്നും ഈ നോട്ട് ടു അറസ്റ്റ് എന്നുള്ളത് ഹൈക്കോടതി നടപടികൾക്കിടയിലെ ഒരു കാര്യം മാത്രമാണെന്ന് പ്രോസിക്യൂഷൻ ഇന്നും പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ പറയും. മാത്രമല്ല ഇയാൾ ഒരു ഹാബിച്വൽ ഒഫൻഡർ ആണ് എന്ന് തെളിയിക്കുന്നതാണ് രണ്ടാമത്തെ ഈ പരാതി. അതുകൊണ്ട് തന്നെ ഈ പരാതി കുറച്ചുകൂടി ഗൗരവത്തിൽ കാണണം എന്നുള്ളതാണ് പ്രോസിക്യൂഷന്റെ നിലപാട്. കൂടാതെ ഇയാൾ ആദ്യ കേസിൽ ദിവസങ്ങളായി ഒളിവിലായിരുന്നു. പിന്നീട് രണ്ടാമത്തെ കേസ് എടുത്തതിന് പിന്നാലെ അതേ രീതിയിൽ അന്വേഷണത്തോട് സഹകരിക്കാതെ അതേ രീതിയിലുള്ള പെരുമാറ്റം പ്രതിയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ അതിന്ന് പ്രോസിക്യൂഷൻ വീണ്ടും കോടതിയിൽ അറിയിക്കും. കൂടാതെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു റിപ്പോർട്ട് കൂടി ഇന്ന് പ്രോസിക്യൂഷൻ കോടതിയിലേക്ക് കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. അതൊരു പക്ഷേ മറ്റേതെങ്കിലും തരത്തിലുള്ള വാട്സപ്പ് ചാറ്റിലടക്കമുള്ള തെളിവുകളാകാം. അതുകൂടി പരിഗണിച്ച ശേഷമായിരിക്കും പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള രണ്ടാമത്തെ കേസിൽ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി പറയുക. ദിലീപ് കുമാർ. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ രണ്ടാമത്തെ പീഡന കേസിൽ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഇന്ന് തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി
വിധി പറയും. അതിജീവിതയെ അധിക്ഷേപിച്ചെന്ന കേസിൽ സന്ദീപ് വാര്യരുടെ മുൻകൂർ ജാമ്യാപേക്ഷയും ഇന്ന് കോടതിയുടെ പരിഗണനയിൽ വരുന്നുണ്ട്. വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന് ഷഫീദ് റാവുത്തർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.